സീബ്ര ലൈനിൽ കയറ്റി നിർത്തിയിരിക്കുന്ന വാഹനങ്ങൾ തിരുവനന്തപുരം പള്ളിച്ചൽ സിഗ്നലാണ്. ഇന്നലെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഇവിടെ അപകടത്തിൽ മരിച്ചു. ഇവിടെയുള്ള സിഗ്നലിംഗ് സിസ്റ്റത്തിൻ്റെ തകരാറ് തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. സിഗ്നൽ തെറ്റിച്ചു പോകുന്ന ഈ ബസ് കണ്ടില്ലേ? സിഗ്നലിംഗ് സിസ്റ്റത്തിൻ്റെ അപാകത കാരണം ഇവിടെ അപകടങ്ങൾ സംഭവിക്കാം. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ അത് ഒപ്പിയെടുക്കാൻ ഇവിടെ ഒരു CCTV ക്യാമറ പോലുമില്ല. നോക്കൂ, ഒരു പോസ്റ്റിലും ഒരു CCTVയും ഇല്ല. കാലങ്ങളായി. ഇന്നലെ നടന്ന അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ തൊട്ടടുത്ത സ്ഥാപനത്തിൽ നിന്നാണ് നിയമപാലകർ ശേഖരിച്ചത്. നേരെ പോകാനുള്ള സിഗ്നലുണ്ടെങ്കിലും വലത്തേക്കുള്ള സിഗ്നൽ ഇവിടെ പിന്നെയാണ് തെളിയാറുള്ളത്. എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്? ഈ വാഹനങ്ങൾ ഇവിടെ കാത്തുകെട്ടി കിടക്കും. പലരും കണ്ടില്ലേ, സിഗ്നലുകൾ തെറ്റിച്ച് മുന്നോട്ട് പോകും. ബാലരാമപുരം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നല്ല വേഗത്തിലാണ് വരുന്നത്. ഇവിടെയുള്ള സിഗ്നലിൻ്റെ അപാകത അവർക്കറിയില്ലല്ലോ. വീണ്ടും വലത്തേക്കുള്ള സിഗ്നൽ തെറ്റിച്ച് പോകുന്ന ഈ ബൈക്ക്. ഇതുപോലെ എത്ര വാഹനങ്ങളാണ്? ആ കാൽനട യാത്രക്കാരെയും കണ്ടില്ലേ, സിഗ്നലൊന്നും നോക്കുന്നില്ല, ഓടുകയാണ് റോഡിലൂടെ. വാഹനം ഓടിക്കുന്നവരുടെയും നടക്കുന്നവരുടെയും നിയമപാലകരുടെയും ഒക്കെ മനോഭാവം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ കാത്തുകെട്ടി നിൽക്കുന്നവർക്ക് വലത്തോട്ടുള്ള സിഗ്നലായാൽ അറിയില്ല. കാരണം അത് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടില്ല. പിറകിലെ വാഹനങ്ങൾ തുരുതുരെ ഹോൺ അടിക്കുമ്പോഴാണ് ഇവർ നീങ്ങുന്നത്. വീണ്ടും സിഗ്നൽ തെറ്റിച്ച് ഒരു ഓട്ടോറിക്ഷ പോയിക്കൊണ്ടിരിക്കുന്നു. നിയമപാലകരെ, നിങ്ങൾക്കിതൊന്നും കാണേണ്ടേ? നേരെയുള്ള സിഗ്നലും വലത്തേക്കുള്ള സിഗ്നലും ഒരേ സമയം തെളിഞ്ഞാൽ വാഹനങ്ങളങ്ങ് മുന്നോട്ട് പോകുമല്ലോ. ഇതേപോലെ അവിടെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. പുറകിൽ നിന്നും സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ തട്ടി അപകടങ്ങളും ഉണ്ടാവില്ല. കൂടാതെ വലത്തേക്ക് പോകാനുള്ള സമയം വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതുപോലെ സിഗ്നൽ നോക്കാതെ ക്രോസ് ചെയ്യുന്ന ആളുകളും ഇവിടെയുണ്ട്. വലിയ വാഹനങ്ങൾ ഇതേപോലെ വരുന്ന സമയത്ത് അവർക്ക് ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല. ചിലപ്പോൾ വലത്തെ ലൈനിലാണ് വരുന്നതെങ്കിൽ അവിടെയുള്ള വാഹനത്തിൻ്റെ പിറകെ വന്ന് തട്ടും. ദയവായി ഇവിടുത്തെ സിഗ്നലിംഗ് സിസ്റ്റം ഒന്ന് പരിഷ്കരിക്കൂ. വിഴിഞ്ഞം ഭാഗത്തേക്ക് തിരിയുന്ന നേരത്തെ പറഞ്ഞ വലത്തേക്കുള്ള ആളുകളാണ് അവിടെ. പലരും മുന്നോട്ട് വരാത്തത് സിഗ്നലൊന്നും കാണാനില്ല. പുറകിലുള്ളവർ ഹോണടിച്ചാൽ മാത്രമേ കാണുകയുള്ളൂ. ചിലരിതാ ഇതേപോലെ സിഗ്നൽ തെറ്റിച്ച് കയറുകയും ചെയ്യും. വാഹനങ്ങൾ തട്ടാത്തത് വെറും ഭാഗ്യം മാത്രം. മുന്നോട്ടുള്ള റെഡ് ലൈറ്റ് തെളിഞ്ഞാലും പിന്നെയും കയറിപ്പോകുന്ന വാഹനങ്ങൾ. വലത്തോട്ടുള്ള സിഗ്നൽ നേരെ കാണുന്ന ആ പോസ്റ്റിൽ എവിടെയാണുള്ളത്? ഈ വാഹനങ്ങൾ എങ്ങനെ തിരിച്ചറിയും വലത്തോട്ട് പോകാനായി എന്ന്? ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കാട് പിടിച്ച ഫുട്പാത്തുകളും. പാമ്പുണ്ടാവുമോ? എന്തായാലും സീബ്ര ലൈനൊന്നും നോക്കാതെ ഇതേപോലെ റോഡിൻ്റെ നടുവിലേക്ക് കയറ്റി നിർത്തുന്ന ആളുകൾ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പുറകിൽ നിന്ന് വേഗത്തിൽ ഇതേപോലെയുള്ളൊരു ലോറി വന്നാൽ ചവിട്ടിയാൽ പോലും കിട്ടില്ല. നിയമപാലകരുടെ സാന്നിധ്യം ഇവിടെ അത്യാവശ്യമാണ്. ഇതുപോലെ കയറി നിൽക്കുന്നവരെയൊക്കെ ഒന്ന് ബോധവൽക്കരിക്കണം. ഇവരെ മാത്രമല്ല, ഇതുപോലെ വാഹനങ്ങൾ പോകുമ്പോൾ നടന്നു പോകുന്നവരെയും ബോധവൽക്കരിച്ചേ വെക്കൂ. ഇല്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാകും.